താങ്ക് ഗോഡ്. സ്തോത്രം. അറിയുമല്ലോ, രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന്. പ്രൈസർ ഫാമിലിയിലേക്ക് പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാൻ നിങ്ങളെപ്പോലെ വിളിക്കുന്ന ഒത്തിരി പേർ വളരെ വേദനയോടെ നിരാശയോടെ പറയുന്ന ഒരു കാര്യമാണ്, ദൈവദാസനെ, ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നം അല്ലെങ്കിൽ ഞങ്ങളായിരിക്കുന്ന ഈ അവസ്ഥ ഇത് ഒരു സാധാരണ അവസ്ഥയല്ല. ഞങ്ങൾ ഇതിനു മുമ്പ് അനുഭവിച്ചിട്ടുള്ള അതുപോലുള്ള ഒരു അവസ്ഥയല്ല. ഞങ്ങൾ അറിയുന്ന ഒത്തിരി പേർ കടന്നു പോകുന്ന അങ്ങനെ ഒരു പ്രശ്നവുമല്ല. നിങ്ങൾക്കറിയാം, എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം, പ്രശ്നങ്ങളുണ്ട്. ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ സാധാരണമായ പ്രശ്നങ്ങൾ, അടിക്കടി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, വെല്ലുവിളികൾ, ഇതൊക്കെ നമുക്ക് അറിവുള്ളതാണ്. എങ്ങനെ അതിനെ അതിജീവിക്കുവാൻ കഴിയും? നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതം നോക്കിയിട്ട് അവരെങ്ങനെയാണ് ആ പ്രശ്നത്തെ പരിഹരിച്ചത് അല്ലെങ്കിൽ ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വന്നത് നമുക്കത് അറിയാം. പക്ഷേ ഇന്ന് നിങ്ങളായിരിക്കുന്ന ആ പ്രശ്നം അത് അസാധാരണമാണ്. അതുകൊണ്ട് തന്നെ ഭയന്ന് പേടിച്ചായിരിക്കുക, എങ്ങനെ ഇതിൽ നിന്ന് പുറത്തു വരും, എന്ത് ചെയ്യും, അല്ലേ? പ്രശ്നം അസാധാരണമല്ലേ? നല്ല പഠിച്ചുകൊണ്ടിരുന്ന കുഞ്ഞ്, നല്ല പഠിക്കുന്ന കുഞ്ഞ്, മാതാവേ, പിതാവേ, നിങ്ങളുടെ മക്കളെ കുറിച്ചാണ്. പെട്ടെന്ന് അവൻ്റെ പഠനവും പോയി, പരീക്ഷയിൽ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ലെന്ന് മാത്രമല്ല, ഒരിക്കലും അവൻ എത്തരുതാത്ത വീഴ്ച, ഒത്തിരി മാർക്ക് കുറഞ്ഞു പോയി, അല്ലേ? നല്ലവണ്ണം ജോലി, ഒരു കുഴപ്പമില്ല, ജോലി ചെയ്തുകൊണ്ടിരുന്നവനാ, ആ സ്ഥാപനത്തിന് ഒരു കുഴപ്പമില്ല, നീ നല്ല ജോലിക്കാരനാണ്. പക്ഷെ പെട്ടെന്ന് ജോലി സാഹചര്യങ്ങൾ പ്രതികൂലമായി, ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി. ഭാര്യയും ഭർത്താവ് സന്തോഷത്തോടെ ചക്കരയും ഈച്ചയും പോലെ ഇരുന്നതാ, ഇപ്പോൾ അയ്യോ പറയണ്ട, ശത്രുക്കളായി മാറി, ബദ്ധ ശത്രുക്കളായി മാറിയിരിക്കുന്നു. പരസ്പരം മിണ്ടിയാൽ, വായി തുറന്നാൽ അത് പരസ്പരം ആഴത്തിൽ മുറിപ്പെടുത്തുന്ന വാക്കുകളായി മാറുന്നു. കൈവീശുന്നു, എന്തെങ്കിലും ഇവിടുത്തെ എറിയുന്നു, ആയുധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അയ്യോ വല്ലാത്തൊരവസ്ഥയാണ്, അല്ലേ? അസാധാരണമായതാണ് ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നേരത്തെയൊക്കെ പനി വരും, അല്ലെങ്കിൽ എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ വരും, മരുന്ന് കുടിക്കും, അതങ്ങ് മാറിപ്പോകും. പക്ഷെ ഇപ്പോൾ ദീർഘനാളുകളായി രോഗിയായി തന്നെ തുടരുന്നു. രോഗം ശരീരത്തിലെ പല അവയവങ്ങളെയും കാർന്നു തിന്നുന്നു, പുറത്തു വരുവാൻ കഴിയുന്നില്ല. പ്രശ്നമുണ്ട്, പക്ഷേ അത് അസാധാരണമാണ്. ചുറ്റുപാട് നോക്കുന്നുണ്ട്, ഞങ്ങളെപ്പോലെ അവരുടെ ജീവിതത്തിൽ ഇല്ല, ഇതുപോലുള്ള പ്രശ്നം അവരാരും ഫേസ് ചെയ്യുന്നില്ല. നേരത്തെ കഴിഞ്ഞ നാളുകളിലേക്ക് തിരിഞ്ഞു നോക്കി, ഇല്ല, ഇതുപോലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ പരിഹരിക്കുവാനും അറിയത്തില്ല. നല്ലവണ്ണം പ്രാർത്ഥനയും ആരാധനയും ആത്മീയം അതേ നല്ല രീതിയിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നതാ. പള്ളിയിൽ പോകുന്നുണ്ട്, വീട്ടിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇടയ്ക്ക് ഉപവസിക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് എല്ലാം പോയി. പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. സഹോദരി, ഇരിക്കാൻ പറ്റുന്നുണ്ടോ? ഉപവസിച്ചിട്ട് എത്ര നാളായി? ഉപവസിക്കാൻ കഴിയുന്നുണ്ടോ? ആരാധനയ്ക്ക് പോയിട്ട് അതിന് പോലും പറ്റുന്നില്ല. അസാധാരണമായ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. നല്ല രീതിയിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന ബിസിനസ് തകർന്നു. എല്ലാവരും അന്തം വിട്ട് നിൽക്കുക. ഇതെങ്ങനെ സംഭവിച്ചു? നിങ്ങൾ പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും കടം വന്നു, ഇങ്ങനെ സംഭവിക്കും, അല്ലേ? അസാധാരണമായത് നന്മയായി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന പല സ്ഥാനങ്ങളിൽ നിന്നും തിന്മയായത് അനുഭവിക്കേണ്ടി വരുന്നു. മറ്റാർക്കും അത് മനസ്സിലാകുന്നില്ല, നിങ്ങൾക്ക് കാരണവും കണ്ടെത്തുവാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ കഴിഞ്ഞ രാത്രിയിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ നിങ്ങൾ ഉൾപ്പെടെയുള്ള ഒത്തിരി പേർക്ക് വേണ്ടി ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് നിങ്ങളോട് പറയുവാൻ പറഞ്ഞത് ഇതാണ്: അസാധാരണമായ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ എങ്ങനെ പുറത്തു വരും, എങ്ങനെ ഈ പ്രശ്നങ്ങളെ അതിജീവിക്കുമെന്ന് അറിയാതെ ആയിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ദൈവം അസാധാരണമായത് പ്രവർത്തിക്കുവാൻ പോവുകയാണ്. യേശുവിൻ നാമത്തിൽ അസാധാരണമായ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുവാൻ വേണ്ടി സാധാരണമായ പലതും പരിഹാരത്തിനായി നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. പലരിൽ നിന്നും അസാധാരണമായ പലതും കിട്ടുന്നുണ്ട്. പക്ഷേ അസാധാരണമായ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരുവാൻ അത് പോരാ. അവിടെ അസാധാരണമായൊരു ദൈവപ്രവൃത്തി, നിങ്ങൾ അനുഭവിക്കുന്ന അസാധാരണമായ ആ പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുവാൻ അസാധാരണമായൊരു ദൈവപ്രവൃത്തി. ദൈവം വെറും വാക്ക് പറഞ്ഞില്ല, മറിച്ച് തന്റെ വചനത്തിലൂടെ ദൈവം എന്നോട് സംസാരിക്കുകയുണ്ടായി. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായം 11-12 വാക്യങ്ങളിലൂടെ തന്നെ നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി അത് ഞാൻ വായിക്കട്ടെ. ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവൃത്തികളെ ചെയ്യിക്കയാൽ അവന്റെ മേൽ നിന്ന് റൂമാലും ഉത്തരീയവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെട്ടു പോകുകയും ചെയ്തു.
അസാധാരണമായ വീര്യപ്രവർത്തികളെ പൗലോസ് മുഖാന്തരം ദൈവം ചെയ്തു. അസാധാരണമായ പ്രശ്നങ്ങൾക്ക് കാരണം ഞാൻ വഴിയെ പറയാം, ഈ വചനത്തിലുണ്ട്, അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട. എന്നാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന അസാധാരണമായ വീര്യപ്രവർത്തി പൗലോസിലൂടെ അവൻ്റെ സമീപത്തുണ്ടായിരുന്ന ജനം അനുഭവിച്ചത് ഇന്ന് പ്രൈസർ ഫാമിലിക്കൊപ്പമായിരിക്കുന്ന നിങ്ങൾ അനുഭവിക്കുവാൻ പോകുക. നിങ്ങൾ എവിടെ ആയിരുന്നാലും, ഒരു പക്ഷേ ഇതൊരു ഫോണിലൂടെ ആയിരിക്കാം നിങ്ങൾ കേൾക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ആ TV-യിലൂടെ ആയിരിക്കാം ഈ മെസ്സേജ് കേൾക്കുന്നത്, നിങ്ങളുടെ ഹാളിലായിരിക്കാം, ശബ്ദം കേട്ട് സഹോദരി നീ അടുക്കളയിൽ നിൽക്കുന്നുണ്ട്, അവിടെ ആയിരിക്കാം. എവിടെ നിങ്ങൾ നിൽക്കുന്നിടത്ത് അസാധാരണമായൊരു വീര്യപ്രവൃത്തി കർത്താവ് ചെയ്യുക. അസാധാരണമായത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച് കണ്ണുനീരും നിരാശയും വേദനയും വിട്ടൊഴിയാതെ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് നിങ്ങൾ പുറത്തു വരുവാൻ അസാധാരണമായൊരു വീര്യപ്രവൃത്തി യേശുവിൻ നാമത്തിൽ വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുവാൻ പോകുക. സഹോദര സഹോദരി, നീ ആയിരിക്കുന്ന ആ ജോലി സ്ഥലത്ത് അസാധാരണമായൊരു വീര്യപ്രവൃത്തി. അറിയത്തില്ല എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്, എൻ്റെ തൊഴിലിടത്തിൽ എനിക്ക് എന്താണ് പറ്റിയത്, എങ്ങനെയാണ് എനിക്കൊപ്പം സ്നേഹത്തോടെ നിന്നവർ ശത്രുക്കളായി മാറിയത്, എങ്ങനെയാണ് ഞാൻ ജോലി നഷ്ടപ്പെട്ടവരായി മാറിയത്, എങ്ങനെയാണ് എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടത് കൊടുക്കുവാൻ കഴിയാതെ അവരുടെ മുമ്പിൽ തലകുനിച്ച് ലജ്ജയോടെ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയിൽ എത്തിച്ചേർന്നത്, എന്തുകൊണ്ടാണ് കടക്കാരനായി ഞാൻ മാറിയത്, അറിയത്തില്ല. അവിടെ അസാധാരണമായി നീ അനുഭവിക്കുന്ന ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരുവാൻ, നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ആർക്കും കഴിയാതിരിക്കുന്ന ആ പ്രശ്നത്തിൽ നിന്ന് നീ പുറത്തു വരുവാൻ അസാധാരണമായ ഒരു വീര്യപ്രവൃത്തി യേശുവിൻ നാമത്തിൽ പ്രൈസ് ഫാമിലിയിലൂടെ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുക, ആ തൊഴിലിടത്തിൽ സംഭവിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ പ്രശ്നത്തിൽ നീ പുറത്തു വരിക. ഓ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ. അസാധാരണമായ വീര്യപ്രവൃത്തി, അസാധാരണമായ നിന്റെ പ്രശ്നത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരിക. നീ ആഗ്രഹിച്ച തൊഴിൽ സാഹചര്യം അവിടെ ഒരുങ്ങപ്പെടുക. ഓ താങ്ക് ഗോഡ്, നീ ആഗ്രഹിച്ച വിശാലത എല്ലാം ഓക്കെയാ, പക്ഷേ അവിടെ അത് പുറത്തു പോകാൻ പറ്റുന്നുണ്ടോ? സഹോദര, നിന്നോടാ എല്ലാം ഓക്കെയാ, വിസ ഓക്കെയാണ്, ആ സ്ഥാപനം, ആ രാജ്യത്തിലുള്ള സ്ഥാപനം നിന്നെ സ്വീകരിക്കുവാൻ തയ്യാറായി, ഓഫർ ചെയ്തു, പക്ഷേ പോകാൻ പറ്റുന്നില്ല. ആമേൻ. നിനക്ക് ഒപ്പം ജോലിക്ക് അപേക്ഷിച്ചവർ അവർ പോയി, അവർ പോയ ആ സാഹചര്യമല്ല നിന്റെ ജീവിതത്തിൽ. അയ്യോ ടെൻഷനാ, അവർക്കെല്ലാം പോകാൻ പറ്റി. ദിവദാസനെ, ഞങ്ങൾ ഇത്ര പേര് ഒരുമിച്ചാണ് ട്രൈ ചെയ്തത്, അവരെല്ലാം പോയി, പക്ഷെ എനിക്ക് മാത്രം പോകാൻ പറ്റുന്നില്ല. സങ്കടമല്ലേ? അസാധാരണമായ പ്രശ്നം, ആർക്കും പരിഹരിക്കുവാൻ കഴിയാത്ത പ്രശ്നത്തിനുള്ളിൽ നീ ആയിരിക്കുന്നു. എവിടെ വിളിക്കണം, എങ്ങോട്ട് പോകണം, ഒന്നും അറിയത്തില്ല. കർത്താവ് നിനക്ക് വേണ്ടി ഇത് പ്രവർത്തിക്കുക. അസാധാരണമായൊരു വീര്യപ്രവൃത്തി, ആ രാജ്യത്തിന്റെ വാതിൽ നിനക്ക് മുമ്പിൽ തുറക്കപ്പെടുക. യേശുവിൻ നാമത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന, ഓ താങ്ക് ഗോഡ്, നീ ആ ഭവനത്തിനകത്ത് നിന്ന് പുറത്തു വരുവാൻ പോകുക. സഹോദര, ഓക്കെയാ, നിനക്കൊപ്പം പഠിച്ച, നിന്റെ കൂടെ പഠിച്ച, നീ അറിയുന്ന നിന്റെ അതേ സാഹചര്യത്തിലായിരിക്കുന്നു. ഒത്തിരി പേർ ജോലി ചെയ്യുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്, പക്ഷേ നിനക്ക് പുറത്തു പോകുവാൻ കഴിയുന്നില്ല. പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ ആർക്കും പറഞ്ഞു കൊടുക്കാനും പറ്റുന്നില്ല. അസാധാരണമായ പ്രശ്നങ്ങളാണ്, സാധാരണമല്ലാത്ത പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ജോലിക്ക് പോകാൻ കഴിയാതെ നീ വീട്ടിനകത്തിരിക്കുന്നു, ഭാര്യയുടെ ദുർമുഖം കാണേണ്ടി വരുന്നു. അത് കുറ്റമല്ല കേട്ടോ. ഭർത്താവിൽ നിന്ന് ഭാര്യ പ്രതീക്ഷിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അവരുടെ സംരക്ഷണം, അവൾക്ക് ജീവിക്കുവാൻ വേണ്ടത്, അത് കൊടുക്കുവാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ അതിന് ബാധ്യസ്ഥരാണ്. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നിങ്ങൾ ഒളിച്ചോടരുത്. അങ്ങനെ നിങ്ങൾ ഒളിച്ചോടുമ്പോൾ ദുർമുഖം കാണേണ്ടി വരും, പരിഹാസവാക്കുകളും കുത്തുവാക്കുകളും ഒക്കെ കേൾക്കേണ്ടി വരും. അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം നിങ്ങളെ പ്രാപ്തനാക്കുന്ന ഒരു ദൈവം, ആ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക. ഓ താങ്ക് ഗോഡ്. ദുർമുഖം കണ്ട സ്ഥാനത്ത് നീ ഭാര്യയുടെ ചിരിച്ച മുഖം കാണുവാൻ പോകും. ഓ ആമേൻ. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. സഹോദരി, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. നിന്റെ ഭർത്താവിന് നിന്നെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല, ഭർത്താവിന് നിന്നെ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. അவ்விധത്തിൽ വീട്ടിനകത്ത് പ്രശ്നങ്ങളാണ്. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നീ നോക്കുന്നുണ്ട്, അവരുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നം അവരുടെ ജീവിതത്തിൽ അവർക്കാർക്കും പറഞ്ഞിട്ടോട്ട് മനസ്സിലാകുന്നുമില്ല. എന്തിന്? നിന്റെ മാതാപിതാക്കൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇല്ല. നിന്റെ സഹോദരങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇല്ല. നിന്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കൾക്ക് ഇല്ല, സഹോദരങ്ങൾക്ക്, ബന്ധുക്കൾക്ക്, നിന്റെ കൂട്ടുകാർക്ക് ആർക്കും മനസ്സിലാകുന്നില്ല. കാരണം അതൊരു സാധാരണ പ്രശ്നമല്ല, അസാധാരണമായ പ്രശ്നമാണ്. കാരണം പലതായിരിക്കാം, വഴിയെ പറയാം. നിനക്കറിയാം പല പല കാരണങ്ങൾ, പക്ഷേ സാധാരണ നിലയിൽ അതൊന്നും പരിഹരിക്കുവാൻ കഴിയത്തില്ല. ആ അസാധാരണമായ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ അസാധാരണമായൊരു വീര്യപ്രവൃത്തി ആവശ്യം. കർത്താവ് വീര്യം പ്രവർത്തിക്കുക, അസാധാരണമായൊരു പ്രവൃത്തി. പൗലോസിലൂടെ തൻ്റെ ജനം വിടുതലിന് കാരണമാകും വേണം അനുഭവിച്ച വീര്യപ്രവൃത്തി ഇപ്പോൾ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുക. വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് നീയും നിന്റെ ഭർത്താവ് ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുവാൻ തക്കവണ്ണം അസാധാരണമായൊരു വീര്യപ്രവൃത്തി. നിന്റെ ഭർത്താവ് മടങ്ങി വരിക, അവനായിപ്പോയ പെട്ടുപോയ സ്ഥാനത്തു നിന്ന് നിന്റെ ഭർത്താവ് മടങ്ങി വരിക. സഹോദര, നിന്റെ ഭാര്യ മടങ്ങി വരിക, അവളായിപ്പോയ സ്ഥാനത്ത് നിന്ന് അവളെ കൊണ്ടുവരുന്ന ഒരു വീര്യപ്രവൃത്തി, അസാധാരണമായ പ്രവൃത്തി. പറ്റത്തില്ല ദൈവദാസനെ. പലപ്പോഴും
സഹോദര, നിന്റെ വേർഷൻ അതാണ്. പറ്റത്തില്ല ദൈവദാസനെ. ഞാൻ ഒത്തിരി പറഞ്ഞു നോക്കി, ഞാൻ ഒത്തിരി താണു നോക്കി. താഴേണ്ടി വന്നത് അങ്ങ് ഉയരെ കയറി പെയ്തുകൊണ്ടാണ്. പലർക്കും അങ്ങനെയാണ്. മര്യാദയ്ക്കൊക്കെ ജീവിച്ചു പോകുമ്പോൾ താഴെ വരാൻ വലിയ പാടാണ്. എവിടെയെങ്കിലുമൊക്കെ അങ്ങ് കയറിപ്പോയിരിക്കും, എന്തോ ആണെന്ന് പറഞ്ഞു. ഈ വചനം ചിലർ പറയുന്നത് കേട്ട് തെറ്റിപ്പോകുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ. പലരുടെയും പല ഭർത്താക്കന്മാരുടെ പ്രധാന പരാതി ഇതാണ്. 2 വചനം ഉള്ളിൽ കയറിയാൽ ഭാര്യ ഭർത്താവിന് കീഴടങ്ങിയിരിക്കണം. അയ്യോ, ജോലിക്കും പോകത്തില്ല, കൂലിക്കും പോകത്തില്ല, സ്വന്തം കാര്യങ്ങൾ നോക്കത്തുമില്ല, ഭാര്യയുടെ കാര്യവും നോക്കത്തുമില്ല. എന്നിട്ട് കസേരയിൽ കാലുമേ കാലുമിട്ട് പറയുകയാണ് കീഴടങ്ങ് കീഴടങ്ങ്. എന്തോന്നടേ, വല്ലതും നടക്കുന്ന കാര്യമാണോ? ആമേൻ. അതിനു മുമ്പ് ബൈബിൾ വ്യക്തമായി വിളിച്ചു പറയുന്നു, യേശു സഭയെ സ്നേഹിച്ചതുപോലെ. എങ്ങനെയാ യേശു സഭയെ സ്നേഹിച്ചത്? ജീവൻ കൊടുത്താ സ്നേഹിച്ചത്. നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി നീ ജീവൻ കൊടുക്കുവാൻ സന്നദ്ധനായി മാറണം. അപ്പോൾ നീ പറയണ്ട അവൾ കീഴ്പ്പെട്ടോളും. കീഴ്പ്പെടത്തില്ലേ സഹോദരി? പിന്നെ അല്ലാതെ ധൈര്യമായിട്ട് അവളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു വാക്ക് നീ ധൈര്യമായിട്ടിരിക്കും, ഞാൻ കൂടെ ഉണ്ട്, ഇത്രയും പറഞ്ഞാൽ മതി. അവളൊരു മാൻപേടെ പോലെ നിന്നോട് കൂടെ നിൽക്കും. ഇത് ഒരു കാര്യത്തിനും മുമ്പോട്ട് വരത്തില്ല. കടം വാങ്ങിച്ചിടും. കടക്കാരുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ടത് ഭാര്യ, അവരുടെ തെറിവാക്ക് കേൾക്കേണ്ടത് ഭാര്യ. ഫോൺ വന്ന് എടുക്കത്തില്ല. അവൾ അനുഭവിക്കുന്ന സ്ട്രെസ്സിൽ അവൾക്കൊപ്പം ചേർന്ന് നിൽക്കാൻ പറ്റത്തില്ല. അങ്ങ് കൊമ്പത്ത് കയറിയിരുന്നു. ഇപ്പോൾ കൈയും കാലോട്ട് അടിച്ച് വിളിച്ചുകൊണ്ടിരിക്കുക. ഒരു പരിധിയില്ലേ? അവൾ മനുഷ്യരല്ലേ? അങ്ങനെ അതുകൊണ്ട് ഇപ്പോൾ താണിട്ടും ശരിയാവുന്നില്ല. സാധാരണമായതൊന്നുകൊണ്ടും പരിഹരിക്കുവാൻ കഴിയത്തില്ല. അസാധാരണമായൊരു വീര്യപ്രവൃത്തി നിന്റെ ഭവനം പണിയപ്പെടുവാൻ, വീണ്ടും ചേർന്ന് വരുവാൻ റെഡിയാണോ? നിനക്ക് വേണ്ടി എൻ്റെ കർത്താവ് പ്രവർത്തിക്കുക. സഹോദര, നിന്റെ ഭാര്യയെ നിന്നിലേക്ക് ചേർത്ത് നിർത്തുന്ന അസാധാരണമായൊരു പ്രവൃത്തി, നിന്റെ വാക്കുകൾക്ക് കഴിയാത്തത്, നിന്റെ ഒപ്പമുള്ളവരുടെ വാക്കുകൾക്ക് കഴിയാത്തത് എൻ്റെ കർത്താവിൻ്റെ പ്രവൃത്തി മുഖാന്തരം സാധ്യമായി തീരുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ഓ താങ്ക് ഗോഡ്. അസാധാരണമായത് നിങ്ങളുടെ രോഗം സൗഖ്യമാകുവാൻ സാധാരണമായ മരുന്നുകൾക്ക് പറ്റുന്നില്ല, ട്രീറ്റ്മെൻറ്റിന് പറ്റുന്നില്ല. ഇനി എന്ത് ചെയ്യണം? ഇങ്ങനെ ആലോചിച്ച് അന്തം വിട്ട് കുന്തം വിഴുങ്ങിയിരിക്കുക. അയ്യോ, ഈ ദീനമൊന്നും മാറുന്നില്ലല്ലോ. നേരത്തെയൊക്കെ മരുന്നെടുത്താൽ മതി, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ വെച്ചാൽ മതി, മാറും. പക്ഷെ ഇപ്പം മാറുന്നില്ല. വല്ലാത്ത സങ്കടമാണ്. പലരോടും ചോദിക്കുന്നുണ്ട്. അവരൊക്കെ പറഞ്ഞു, ഓ ഇതൊക്കെ വലിയ രോഗമാണ്. അതാ ഒന്നാമത്തെ സങ്കടം. അനുഭവിക്കുന്നവർക്കല്ലേ അറിയത്തുള്ളൂ. കാരണം അവർ സാധാരണ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു, അവർക്ക് പരിഹരിക്കുവാൻ കഴിയും. നിങ്ങൾ അസാധാരണമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു, നിങ്ങൾക്ക് പരിഹരിക്കുവാൻ കഴിയത്തില്ല. നിങ്ങൾ പ്രശ്നത്തിനുള്ളിലാണ്. അതെ, നിങ്ങൾ സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി, വീര്യപ്രവൃത്തി, അസാധാരണമായ പ്രവൃത്തി യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സൗഖ്യമാകാം. ഓ താങ്ക് ഗോഡ്. സഹോദരി, കർത്താവ് നിന്നെ തൊട്ട് സൗഖ്യമാക്കുക. ആ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുക. നിന്റെ കാലുറപ്പിച്ച് നീ നിലത്ത് ചവിട്ടുക. സഹോദര, നീ പിന്നെയും ആരോഗ്യത്തോടെ ജോലി ചെയ്ത് നിന്റെ കുടുംബം നോക്കുവാൻ പോകുക. കുഞ്ഞുമക്കളെ ആ രോഗത്തിൽ നിങ്ങൾ പുറത്തു വരിക. യേശുവിൻ നാമത്തിൽ ആ വിട്ടുമാറാത്ത വേദന വിട്ടുപോകുക. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ അസാധാരണമായൊരു പ്രവൃത്തിയിലൂടെ യേശുവിൻ നാമത്തിൽ അസാധാരണമായ വേദന നിന്നെ വിട്ട് മാറിപ്പോകുക. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. അസാധാരണമായ പ്രശ്നങ്ങളാണ്. പ്രാർത്ഥന മുടങ്ങി, ആരാധന ജീവിതം നഷ്ടപ്പെട്ടു, ആത്മീയ ജീവിതം തകർന്നു. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറയാൻ പോലും പറ്റാത്ത നിലയിൽ അസാധാരണമായതാണ് പണിയപ്പെടുവാൻ തക്കവണ്ണം അസാധാരണമായൊരു ദൈവപ്രവൃത്തി. യേശുവിൻ നാമത്തിൽ ആ ബിസിനസ് തകരുവാനുള്ള കാരണം അസാധാരണമാണ്. അറിയത്തില്ല എങ്ങനെ തകർന്നു. നല്ല കച്ചവടം ഉണ്ടായിരുന്നു, നല്ല കസ്റ്റമേഴ്സ് വരുന്നുകൊണ്ടിരുന്നതാ, ഇപ്പോൾ പൊളിഞ്ഞു. കടക്കാരുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരുന്നു. കടക്കാരിയായി നീ മാറിയ അസാധാരണമായ സാഹചര്യം കർത്താവ് അസാധാരണമായൊരു പ്രവൃത്തിയിലൂടെ നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ ആ ബാധ്യതയിൽ നിന്ന്, കടഭാരത്തിൽ നിന്ന് സഹോദരി നീ പുറത്തു വരുവാൻ പോകുക. നിന്റെ സ്ഥാപനം ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന, നിന്റെ ബിസിനസ് ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന, നിന്റെ സ്വയം തൊഴിൽ ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ആ അസാധാരണമായ സ്തോത്രം സാഹചര്യത്തിൽ നിന്ന്, നിരാശയ്ക്കും വേദനയ്ക്കും കണ്ണുനീരിനും തലകുലിയനും കാരണമായിരിക്കുന്ന ആ സാഹചര്യത്തിൽ നിന്ന് എൻ്റെ യേശു നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അസാധാരണമായൊരു പ്രവൃത്തി യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. അസാധാരണമായതാണ് മക്കളുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അറിയാം, നിങ്ങൾക്ക് ഓരോ തവണത്തെ മാർക്കുകളും നിങ്ങൾ നോക്കുന്നുണ്ട്, ടീച്ചേഴ്സിൻ്റെ അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട്. അവനാ ടോപ്പ്, അവൻ രക്ഷപ്പെടും,
രക്ഷപ്പെടും. എല്ലാവരും പറഞ്ഞ് കേൾക്കുന്ന വാക്കുകൾ നിങ്ങളെ സന്തോഷിപ്പിക്കുന്നുണ്ട്. പെട്ടെന്ന് എല്ലാം നഷ്ടപ്പെട്ടു. പഠിത്തം പോയി, നല്ല സ്വഭാവം പോയി, ആകാത്തതും ചെയ്യാത്തതും ചെയ്യാൻ പാടില്ലാത്തതുമൊക്കെ ചെയ്തു പിള്ളേർ വഴിതെറ്റിപ്പോകുന്നു. മദ്യപിക്കുന്ന കുഞ്ഞുങ്ങളായി മാറുന്നു, സിഗരറ്റ് വലിക്കുന്നു, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു, അയ്യോ മോശം വാക്കുകൾ പറയുന്നു. ഒരപ്പൻ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ സഹിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലൂടെ തലമുറകൾ നിങ്ങളുടെ ജീവിതത്തെ തള്ളിയിടുന്നു. അസാധാരണമായ സാഹചര്യം, ആരോടും പറയുവാൻ കഴിയാത്ത സാഹചര്യം. മക്കൾ വീട്ടിലേക്ക് വരുന്ന രംഗം മറ്റുള്ളവരോട് വിവരിക്കുവാൻ ഒരു അമ്മ എന്ന നിലയിൽ പറ്റുന്നില്ല. അവരുടെ വാക്കുകൾ മറ്റുള്ളവരോട് പറയുവാൻ ഒരു അപ്പൻ എന്ന നിലയിൽ പറ്റുന്നില്ല. എങ്കിൽ അവർ ചോദിക്കും, നിന്റെ കൈക്ക് ആരോഗ്യമില്ലേടാ? എവിടെ ആരോഗ്യമല്ലേ അവർക്ക് വേണ്ടി കൊടുത്തേ? അല്ലേ സഹോദര, സഹോദരി? ഒന്നിനും പറ്റാത്ത അവസ്ഥ, അസാധാരണമായ അവസ്ഥ. ഒത്തിരി അമ്മയപ്പന്മാർ കരയുക. എങ്ങനെ ഇത് പരിഹരിക്കണമെന്ന് അറിയത്തില്ല, എങ്ങനെ എൻ്റെ മക്കളെ ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം അറിയത്തില്ല. അസാധാരണമായൊരു ദൈവപ്രവൃത്തി. യെസ്, നിന്റെ തലമുറകളുടെ ജീവിതം അസാധാരണമായ ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരുവാൻ സാധാരണമായതൊന്നുകൊണ്ട് കഴിയാതിരിക്കെ, സാധാരണമായ നിങ്ങളുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും കഴിയാതിരിക്കെ അസാധാരണമായൊരു പ്രവൃത്തി യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക്, പരാജയത്തിലേക്ക് കൂപ്പുകുത്തി വീണുപോയതിൻ്റെ തലമുറകൾ ജയിച്ചു തുടങ്ങിയ മദ്യപാന വെറിക്കൂത്തുകളുടെ അവർ പുറത്തു വരിക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി തലമുറകളെ പുറത്തു കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ അസാധാരണമായൊരു പ്രവൃത്തി, അസാധാരണമായൊരു പ്രവൃത്തി. ശുശ്രൂഷകയെ, നിന്റെ ശുശ്രൂഷ തകർന്നു പോയ, ആത്മീയ ജീവിതം തകർന്ന് തരിപ്പണമായി പോയ, പലരുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ടി വന്ന ആരെടുത്തെങ്കിലും പറയാൻ പറ്റുമോ, നീ ഒരു ശുശ്രൂഷകനല്ലേ? എങ്ങനെ മറ്റുള്ളവരോട് നിന്റെ അവസ്ഥ പറയുവാൻ കഴിയും? അസാധാരണമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. നിന്റെ മക്കൾ മുഖാന്തരം, ശുശ്രൂഷക നിന്നോടാ ദൂത, നിന്റെ മക്കൾ മുഖാന്തരം നീ അസാധാരണമായൊരു അവസ്ഥയിലൂടെ കടന്നു പോകുക. ഭയമാണ്, പേടിയാണ്. പുറത്ത് 4 പേര് അറിഞ്ഞാൽ തലകുനിച്ച് നിൽക്കേണ്ടി വരും. അയ്യോ, അങ്ങനെ ഒരു ജീവിതം എനിക്ക് വേണ്ട. ആത്മഹത്യ ചെയ്യുന്നത് പാപമെന്ന് നീ തിരിച്ചറിയുന്നത് കൊണ്ട് സഹോദര, സഹോദരി, ആത്മഹത്യ പാപമാണ്. നിനക്ക് എൻ്റെ കർത്താവ് തന്ന ജീവനെ എടുക്കുവാൻ നിനക്ക് അവകാശമില്ല. ജീവനെ തന്നവന് മാത്രമേ അതിന് അവകാശമുള്ളൂ. ആ ജീവനെ തന്നവന് നിന്നെ നിലനിർത്തുവാനും കഴിയും. നീ ശ്രദ്ധിക്ക്, ആത്മഹത്യക്കായി ഒരുങ്ങി കാത്തിരിക്കുന്ന നിന്നോടാ, നീ ഉൾപ്പെടെ മാനവരാശിയുടെ സകലത്തിൻ്റെ ആരംഭം ഏതേൻ തോട്ടത്തിൽ ദൈവം കുറിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ നിലനിൽപ്പിന് വേണ്ടതെല്ലാം 5 ദിവസങ്ങളിലായി ദൈവം ഒരുക്കി വെച്ചു. ഒരിക്കൽ കൂടി പറയട്ടെ, 6-ാം ദിവസം നീയും ഞാനും ഉൾപ്പെടുന്ന മാനവരാശിയുടെ തുടക്കം ആദമിലൂടെ കുറിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം 5 ദിവസം കൊണ്ട് വേണ്ടതെല്ലാം ഒരുക്കി വെച്ചു. അർത്ഥം, നിനക്ക് വേണ്ടത് ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ അറിഞ്ഞ കർത്താവ് നിനക്ക് വേണ്ടത് കരുതി വച്ചിട്ടുണ്ട്, ഒരുക്കി വച്ചിട്ടുണ്ട്. അസാധാരണമായൊരു വീര്യപ്രവൃത്തിയിലൂടെ നീ അത് അനുഭവിക്കുവാൻ പോകും. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. അപ്പോൾ അസാധാരണമായൊരു വീര്യപ്രവൃത്തി പൗലോസിലൂടെ ജനം അനുഭവിച്ചു. ഇന്ന് എന്നിലൂടെ നിങ്ങളത് അനുഭവിക്കുക. അപ്പോൾ ഈ അസാധാരണമായ വീര്യപ്രവൃത്തിക്ക് കാരണമായ അസാധാരണമായ സംഭവങ്ങൾക്ക് പിന്നിൽ എന്താണ്? സാധാരണ സംഭവം അല്ലെങ്കിൽ പിന്നിൽ എന്താണ്? എങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരുന്ന കുഞ്ഞ് പെട്ടെന്ന് പഠിക്കാതായത്? എങ്ങനെയാണ് ജോലി സ്ഥലത്ത് പെട്ടെന്ന് പ്രശ്നം ഉണ്ടായത്? എങ്ങനെയാണ് പെട്ടെന്ന് കുടുംബത്തിനകത്ത് പ്രശ്നം ഉണ്ടായത്? ആഭിചാരങ്ങൾ, മന്ത്രവാദങ്ങൾ, അതെ, വിളിശാപങ്ങൾ, നേർച്ച കാഴ്ചകൾ, വിടക്കകണ്ണുകൾ. ചിലർക്ക് ചിരി വരും ഇതൊക്കെ പറയുമ്പോൾ. അയ്യോ, ഇതൊക്കെ പിശാചിൻ്റെ പ്രവൃത്തികളാണ്, അല്ലെങ്കിൽ പിശാചിനെ കൊണ്ട് പ്രവർത്തിപ്പിക്കുവാൻ മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. പിശാചുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ആ പിശാചിനെ തങ്ങളുടെ ഇഷ്ടത്തിന്, തങ്ങളുടെ വരുതിക്ക് കൊണ്ടുവരുവാൻ, മറ്റുള്ളവർക്ക് ദോഷം വരുത്തുന്നത് ചെയ്യിപ്പിക്കുവാൻ മനുഷ്യന് കഴിയും. അങ്ങനെയുള്ള മനുഷ്യൻ്റെ ആരാധനകളും പ്രാർത്ഥനകളുമാണ് മന്ത്രവാദവും ആഭിചാരവും ക്ഷുദ്രപ്രയോഗവും. തിരിച്ചറിയുക. അപ്പോൾ അസാധാരണമായ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർത്തിവിടുന്നത് ഇങ്ങനെയുള്ള ദുർമന്ത്രവാദവും ആഭിചാരവും ക്ഷുദ്രപ്രയോഗങ്ങളുമാണ്. അസാധാരണമായ കാരണങ്ങളാണ് പിന്നിലുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് കരുതുന്നു. വീണ്ടും നിങ്ങളുടെ ശ്രദ്ധ ചിന്തയ്ക്കായി വായിച്ച വാക്യത്തിലേക്ക് കൊണ്ടുവന്നേ. നോക്കിയേ, ഒരിക്കൽ കൂടി ആ വാക്യം ഞാൻ വായിക്കാം. ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവൃത്തികളെ ചെയ്യിക്കയാൽ അവൻ്റെ മെയ്മേൽ നിന്ന് റൂമാലും ഉത്തരീയവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും
ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു. മീൻസ് അവരെ വ്യാധികൾക്ക്, അവരെ രോഗങ്ങൾക്ക്, അവരെ തീരാ രോഗങ്ങൾക്ക്, തീരാ ദുഃഖങ്ങൾക്ക്, തീരാ ദുരിതങ്ങൾക്ക് അടിമയാക്കി വച്ചിരുന്ന ദുരാത്മാക്കൾ പുറപ്പെട്ടു പോയി. എപ്പോഴാണ്? അസാധാരണമായ ഒരു വീര്യപ്രവൃത്തിയിലൂടെ. മീൻസ് നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ദൈവത്തിൽ നിന്നുള്ള അസാധാരണമായ വീര്യപ്രവൃത്തിയിലൂടെ നിങ്ങളെ രോഗികളാക്കി തീർക്കുന്ന, രോഗത്തിന് അടിമകളാക്കി തീർക്കുന്ന ആ ദുരാത്മാക്കൾ പുറത്തു പോകും. നിങ്ങളുടെ തലമുറകളെ അവരെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാക്കുന്ന ദുരാത്മാക്കൾ പുറത്തു പോകും. അവരുടെ സ്വഭാവത്തെ മോശമാക്കി തീർക്കുന്ന ദുരാത്മാക്കൾ പുറത്തു പോകും. അവരെ പരാജയത്തിലേക്ക് തള്ളിയിടുന്ന, പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിയിടുന്ന ദുരാത്മാക്കൾ പുറത്തു പോകും. നിങ്ങളുടെ സാധാരണമായ പ്രവൃത്തികൾ കൊണ്ട് കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഇത് അസാധാരണമായ കാര്യമാണ്. അതിൻ്റെ കാരണം അസാധാരണമാണ്. അത് പിശാചാണ്. ആ പിശാച് അസാധാരണമായ വീര്യപ്രവൃത്തിയുടെ മധ്യത്തിൽ പുറത്തു പോകുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആ ജോലി സ്ഥലത്ത് ഉണ്ടായ പ്രശ്നം സാധാരണമല്ല. നീ പറഞ്ഞിട്ടില്ല, നീ മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവിടെ നിനക്ക് വിരോധമായി ആണേ. അപ്പോ നീ പറയാത്ത, നീ ചെയ്യാത്തൊരു കാര്യം നിന്റെ മേൽ ചിലർ ആരോപിക്കുമ്പോൾ അത് കേട്ട് ചിലർ വിശ്വസിക്കണമെങ്കിൽ അവരുടെ ബുദ്ധിയെ കെട്ടി, നീ അങ്ങനെ ചെയ്യുമോ ചെയ്യത്തില്ലേ എന്ന് ചിന്തിക്കുവാൻ കഴിയാത്ത വിധത്തിൽ അവരുടെ ബുദ്ധിയെ കെട്ടി നിനക്ക് വിരോധമാക്കി തീർത്ത ആ പൈശാചിക മണ്ഡലം, ആ അസാധാരണമായ അതേ അവസ്ഥയ്ക്ക് കാരണമായ, ആ അസാധാരണമായ അവസ്ഥയ്ക്ക് കാരണമായ ആ ദുരാത്മാവ്, യെസ്, അത് പുറത്തു പോകുക. ഓ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ഇല്ലേ, നിങ്ങളതിനെ ചിന്തിച്ചിട്ടില്ലേ? എന്നെക്കുറിച്ച് അവരങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ സാറിന്, എൻ്റെ ബോസിന് ചിന്തിച്ചുകൂടെ, ഞാൻ അങ്ങനെ ചെയ്യുന്നവനാണോ? ഞാൻ അത്രമാത്രം ഈ സ്ഥാപനത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നില്ലേ? അല്ലേ സഹോദരി? ഇതല്ലേ നീ ചിന്തിക്കുന്ന കാര്യമില്ലേ? എൻ്റെ ഭർത്താവിനോട് ചിലർ എന്നെക്കുറിച്ച് പലത് പറയുമ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിനെ കുറിച്ച് ഇന്നത് പറഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരെ കുറിച്ച് ഇന്നത് പറഞ്ഞു എന്ന് മറ്റു ചിലർ പറയുമ്പോൾ എങ്ങനെ അങ്ങേക്ക് ഇത് വിശ്വസിക്കാൻ തോന്നുന്നു? ചിന്തിച്ചിട്ടില്ലേ നീ? എന്തുകൊണ്ടാണ് എൻ്റെ ഭർത്താവ് അത് വിശ്വസിച്ചത്? ഞാൻ എങ്ങനെയാണെന്ന് എൻ്റെ ഭർത്താവിന് അറിയത്തില്ലേ? അറിയാം, പക്ഷെ അവൻ വിശ്വസിക്കുന്നു. കാരണം അവൻ്റെ ബുദ്ധിയെ കെട്ടി അസാധാരണമായൊരു പരിപാടി അവിടെ നടക്കുക. യെസ്, യേശുവിൻ നാമത്തിൽ അസാധാരണമായൊരു കഷ്ടത്തിലൂടെ നീ കടന്നു പോകുവാൻ തക്കവണ്ണം മന്ത്രവാദങ്ങളെ ചെയ്ത് നേർച്ച കാഴ്ചകളെ കഴിച്ച് നിന്റെ ഭർത്താവിൻ്റെ ബുദ്ധിയെ കെട്ടി അവനെ നിനക്ക് ശത്രുവാക്കി മാറ്റുന്നു. ആ ശത്രു നിന്നെ തകർത്ത് കളയാതിരിക്കുവാൻ പിന്നെയും അവൻ നിന്റെ ഭർത്താവായി, നിന്റെ സംരക്ഷണമായി മാറുവാൻ തക്കവണ്ണം അവനെ മാറ്റുന്ന അസാധാരണമായ ഒരു വീര്യപ്രവൃത്തി പൗലോസിലൂടെ കർത്താവ് ചെയ്തത് ഇപ്പോൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക്. ഓ താങ്ക് ഗോഡ്. അസാധാരണമായ ഒരു വീര്യപ്രവൃത്തി സഹോദര, അതല്ലേ ആവശ്യം? കാരണം എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല എങ്ങനെയാ ആ പൊന്നു മക്കളെ വിട്ടിട്ട് എൻ്റെ ഭാര്യയ്ക്ക് മാറി നിൽക്കാൻ പറ്റുന്നത്? എൻ്റെ കാര്യം വിടാം, എൻ്റെ മക്കളെ വിട്ടിട്ട് എങ്ങനെ മാറി നിൽക്കാൻ പറ്റുന്നത്? ചിന്തിക്കുന്നില്ലേ നീ? ഇങ്ങനെ അത് വല്ലാതെ ഭാരപ്പെടുത്തുന്നില്ലേ? പലരുടെയും വാക്ക് അവൾ എന്തിനാ കേൾക്കുന്നേ? അവൾ എന്തുകൊണ്ടാണ് എൻ്റെ വാക്ക് കേൾക്കാതെ പലരുടെയും വാക്ക് കേൾക്കുന്നേ? അപ്പോൾ സാധാരണ കാര്യം നിന്റെ വാക്ക് അവൾ കേൾക്കണം, പക്ഷേ നിന്റെ വാക്ക് കേൾക്കുന്നില്ല. മറ്റു പലരുടെയും വാക്കുകൾ വേദവാക്യം പോലെ കേൾക്കുന്നു. പലരുടെയും വാക്കുകൾ നിന്റെ ജീവിതത്തിനകത്ത് കലഹത്തിനും കലക്കത്തിനും തകർച്ചയ്ക്കും കാരണമായി മാറും വിധത്തിൽ അവളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നു. കാരണം അസാധാരണമായത് ആ പൈശാചിക മണ്ഡലം അവളുടെ ജീവിതത്തിൽ വർക്ക് ചെയ്യുന്നു. അതിന് കാരണമായത് മന്ത്രവാദങ്ങളാകാം, ആഭിചാരങ്ങളാകാം, ലക്ഷണവിദ്യകളാകാം, ശകുന പ്രയോഗങ്ങൾ, ക്ഷുദ്ര പ്രയോഗങ്ങളാകാം. അതിനെ തകർക്കുന്ന അസാധാരണമായ ഒരു വീര്യപ്രവൃത്തി. യെസ്, യേശുവിൻ നാമത്തിൽ ആഭിചാരങ്ങളെ, ക്ഷുദ്ര പ്രയോഗങ്ങളെ, മന്ത്രവാദങ്ങളെ തകർത്ത് കളയുന്ന ഓ സ്തോത്രം വീര്യപ്രവൃത്തി. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായും സ്തോത്രം. അല്ലേ, അങ്ങനെ രോഗിയായി ആമേൻ, അങ്ങനെ വീട്ടിനകത്ത് കഷ്ടത മാത്രം ഇങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കണമെങ്കിൽ അതെന്നെ അസാധാരണമായത് സംഭവിക്കുന്നുവെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, അതിനുള്ള കാരണം സാധാരണമല്ല. വീണ്ടും പറയട്ടെ, അതിനുള്ള കാരണം സാധാരണമല്ല. അസാധാരണമായി നിങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ അസാധാരണമായ ചിലത് കാരണമായിട്ടുണ്ട്. ആ അസാധാരണമായ കാരണങ്ങൾ കൊണ്ട് അസാധാരണമായി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടങ്ങളിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള ഒരു അസാധാരണമായ വീര്യപ്രവൃത്തി ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നത് പോലെ അനുഭവിക്കേണ്ടിയിരിക്കുന്നു. അതിനായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അസാധാരണമായ തൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തും.
പൗലോസിന് എങ്ങനെയാണ് അസാധാരണമായത് തൻ്റെ ഒപ്പമായിരുന്നവർക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയുന്നത്? അസാധാരണമായ ഒരു അഭിഷേകം. ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളുടെ മേൽ ആ അഭിഷേകം പകരപ്പെടുക. സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ കേൾക്ക്, അസാധാരണമായ ഒരു അഭിഷേകം. യെസ്, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. സ്തോത്രം. റിസീവ് ചെയ്ത് ആ അസാധാരണമായ അഭിഷേകം. ഓ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ഓ സ്തോത്രം. ചിലർ അഭിഷേകത്താൽ നിറയുക. ഓ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ചിലതിനെ ശാസിക്കുവാൻ, ചിലതിനെ ബന്ധിക്കുവാനുള്ള അധികാരം, ചില മന്ത്രവാദ ശക്തികളെ അധികാരത്തോടെ നീ കൈകാര്യം ചെയ്യുവാൻ പോകുക. യെസ്, അമേൻ, ആമേൻ, ആമേൻ. നീ മുറിക്കകത്ത് വരുമ്പോൾ നിന്റെ പങ്കാളിയുടെ മേലുള്ള അസാധാരണ പ്രശ്നങ്ങൾക്ക് കാരണമായ പൈശാചിക മണ്ഡലം അഴിഞ്ഞു മാറുക. നിങ്ങളുടെ മക്കളുടെ മേലുള്ള പൈശാചിക മണ്ഡലം, തൊഴിലിടത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്ന പൈശാചിക മണ്ഡലം, ഈ അഭിഷേകത്തോടെ നീ മുൻപോട്ട് പോകുമ്പോൾ അത് അഴിഞ്ഞു മാറുവാൻ പോകുക. ആമേൻ. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിലും ചെയ്യും. നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരെ, നിങ്ങളെപ്പോലെ ബാധിക്കപ്പെട്ടവരെ കൂട്ടിവരുത്തുക. അതുപോലെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ, സാധാരണമായ ഒരു പരിപാടി കൊണ്ടും പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ ബാധിക്കപ്പെട്ട് നിങ്ങളായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങളോട് കൂടെയുണ്ട്. അസാധാരണമായ വീര്യപ്രവൃത്തികളെ അനുഭവിക്കുവാനും അസാധാരണമായ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരുവാനും അത് നിങ്ങളെ പ്രാപ്തരാക്കി തീർക്കും. എല്ലാ ഞായറാഴ്ചയിലും രാവിലെ 10 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു ആരാധനയ്ക്ക് കടന്നു പോകുവാൻ കഴിയാത്തവരായി ഭവനത്തിലായിരിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ലൈവായി തന്നെ ഞങ്ങളുടെ ആരാധനയിൽ പങ്കെടുക്കുവാൻ കഴിയും. അതുപോലെ കടന്നു വരുവാൻ ആഗ്രഹിച്ച ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി നേരിട്ട് ആലയത്തിലേക്ക് കടന്നു വരിക. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. അസാധാരണമായ വീര്യപ്രവൃത്തി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് അനുഭവിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ഇടയായിത്തീരും. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 11 മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവായി പ്രൈസർ ഫാമിലി നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ കടന്നു വരിക. ഞങ്ങളുടെ വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അടിയൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇവരെന്ന് അനുഭവിക്കുന്ന അസാധാരണമായ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, കണ്ണുനീരിനും നിരാശയ്ക്കും കാരണമായിരിക്കുന്ന അവസ്ഥകൾക്ക് അസാധാരണമായൊരു പ്രവൃത്തി അയച്ച് അങ്ങ് പരിഹാരം വരുത്തുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ, യേശുവിൻ നാമത്തിൽ അസാധാരണമായൊരു വീര്യപ്രവൃത്തി ഇവരുടെ ജീവിതങ്ങളിൽ വെളിപ്പെടട്ടെ. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. തൊഴിലിടത്തിൽ സഹോദര, സഹോദരി, അസാധാരണമായൊരു വീര്യപ്രവൃത്തി നിന്നെ ജോലിക്കാരനാക്കി, ജോലിക്കാരിയാക്കി പിന്നെയും അവിടെ നിലനിർത്തുവാൻ തക്കവണ്ണം, ആ ഭവനത്തിനകത്ത് നീ പുറത്തു വരുവാൻ, ജോലി ചെയ്ത് ജീവിക്കുവാൻ തക്കവണ്ണം, തലകുനിക്കപ്പെട്ട സ്ഥാനത്ത് തല നിവർത്തുവാൻ തക്കവണ്ണം അസാധാരണമായൊരു വീര്യപ്രവൃത്തി, നിന്റെ ശത്രുക്കൾ വായടച്ച് മിണ്ടാതിരിക്കുവാൻ തക്കവണ്ണം അസാധാരണമായൊരു വീര്യപ്രവൃത്തി യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ഓ താങ്ക് ഗോഡ്. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അസാധാരണമായൊരു വീര്യപ്രവൃത്തി. ആമേൻ, 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 ആമേൻ. ഓ സ്തോത്രം. തൊഴിൽ മേഖലകൾക്ക് വിരോധമായി വാദിച്ചു വെല്ലുവിളിക്കുന്ന സകല വിളിശാപങ്ങളും, നേർച്ച കാഴ്ചകളും, വെടക്ക് കണ്ണുകളും, അന്യാരാധനാ ബന്ധനങ്ങളും, മന്ത്രവാദങ്ങളും യേശുവിൻ നാമത്തിൽ വിട്ടുപോകട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. അശുദ്ധാത്മാവ് പുറത്തുപോയി ദീർഘനാളുകളായി ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് പ്രാപിക്കുവാൻ കഴിയാത്ത സൗഖ്യം ഇപ്പോൾ വെളിപ്പെടട്ടെ. കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കട്ടെ. എല്ലാ രോഗബന്ധനങ്ങളും വിട്ടുമാറട്ടെ. വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഷുഗർ ലെവലുകൾ നോർമലാകട്ടെ. കൊളസ്ട്രോൾ നോർമലാകട്ടെ. BP നോർമലാകട്ടെ. യേശുവിൻ നാമത്തിൽ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ ബ്ലീഡിങ്ങുകളും മാറിപ്പോകട്ടെ. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് അസാധാരണമായൊരു വീര്യപ്രവൃത്തി ചിലർ അനുഭവിക്കുക. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ആമേൻ, ആമേൻ, ആമേൻ. തലമുറകൾ വിടുവിക്കപ്പെടുക അസാധാരണമായൊരു വീര്യപ്രവൃത്തിയിലൂടെ. ആമേൻ. ആ മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകളിൽ തലമുറകൾ വിടുവിക്കപ്പെടുക, ഭർത്താക്കന്മാർ വിടുവിക്കപ്പെടുക. അവിടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ. സ്തോത്രം. ജയിച്ചു തുടങ്ങട്ടെ. പരാജയം വിട്ടുമാറട്ടെ. പരാജയത്തിലേക്ക് അവരെ തള്ളിയിടുന്ന പിശാചിൻ്റെ പ്രവൃത്തികൾ വിട്ടുപോകട്ടെ. എല്ലാ ബന്ധനങ്ങളും വഴിയിട്ടെ. എല്ലാ കെട്ടുകളും പൊട്ടട്ടെ. തലമുറയുടെ മേൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന ശാപങ്ങൾ വിട്ടുമാറട്ടെ. അഡ്മിഷനുകൾ ലഭിക്കട്ടെ. ഓ സ്തോത്രം. മത്സര പരീക്ഷകൾ റിസൾട്ട് ഉണ്ടാകട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുക്കപ്പെടട്ടെ. പഠന വൈകല്യങ്ങൾ മാറിപ്പോകട്ടെ. കുടുംബ കോടതികൾ കയറിയിറങ്ങി നിരാശയോടെ ആയിരിക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ. അസാധാരണമായൊരു പ്രവൃത്തി ഭർത്താവിനെയും ഭാര്യയും ചേർത്ത് നിർത്തുന്ന ചിലരുടെ കൈകളിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരുന്ന അസാധാരണമായൊരു പ്രവൃത്തി യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ, ഭാര്യ മടങ്ങി വരട്ടെ, ഭർത്താവ് മടങ്ങി വരട്ടെ. ആമേൻ. എല്ലാ കടഭാരവും മാറട്ടെ. പലിശക്കടങ്ങൾ, ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികളെ തുറക്കണമേ കർത്താവ്. ഇവരെ കടക്കാരാക്കി മാറ്റുന്ന ആ പൈശാചിക മണ്ഡലങ്ങൾ അഴിഞ്ഞു മാറട്ടെ. സ്വന്തം ഭവനം എന്ന വാക്തത്വത്തിലേക്ക് ഇവർ കാൽ വയ്ക്കട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ.
ഭവനങ്ങൾ പണിയട്ടെ, വാഹനങ്ങൾ വാങ്ങട്ടെ, ആത്മീയ ഭൗതിക ജീവിതം പണിയപ്പെടട്ടെ, പ്രാർത്ഥനാ ജീവിതങ്ങൾ പണിയപ്പെടട്ടെ, ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ, സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ, വിസ പ്രോബ്ലങ്ങൾ മാറട്ടെ, നാട്ടിലേക്ക് കടന്നു വരുവാൻ കഴിയാതെ ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ, ജയിലിലായിരിക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ, സിവിൽ ക്രിമിനൽ കേസുകൾക്ക് തീർപ്പുണ്ടാകട്ടെ. ആമേൻ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അസാധാരണമായൊരു വീര്യപ്രവൃത്തിയിലൂടെ ഇവരെ അങ്ങ് പുറത്തു കൊണ്ടുവന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.